ഇത് അങ്ങനെ ഇറാനെ തകർത്തു, ഇറാനെ മൊത്തത്തിൽ തീർത്തു എന്ന് പറഞ്ഞ സ്ഥലത്ത് അതേ ഇറാൻ തന്റെ നീക്കങ്ങൾ വളരെ എളുപ്പത്തിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ CNN റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് 69 എണ്ണമായിരുന്നു അവരുടെ ഈ ഭൂഗർഭ സൈനിക കേന്ദ്രങ്ങൾ തകർന്നത്. ഇപ്പോൾ 50 എണ്ണവും പൂർത്തിയായി, അത് തുറക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഇറാൻ ഇത്ര എളുപ്പത്തിൽ ഇതൊരു പൂർണ്ണമായിട്ട് അത് പുനർനിർമ്മിച്ച് തുറക്കുന്നതിന്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇറാനെ സംബന്ധിച്ച് ഇറാനെ പരിപൂർണമായി തകർക്കുക എളുപ്പമാണ് എന്നുള്ളതായിരുന്നു നെതന്യാഹു ട്രംപും വിചാരിച്ചത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ശക്തമായ ആക്രമണങ്ങൾ ഇറാനിലേക്ക് അവർ നടത്തിയത്. അപ്പൊ ഈ ലോകം മുഴുവൻ പറഞ്ഞു, ഇറാനും പറഞ്ഞു, വെറുതെ യുദ്ധത്തിലേക്ക് വരരുത്, അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് പോകരുത്, പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, കാര്യങ്ങൾ മുഴുവൻ ഞങ്ങളുടെ കൺട്രോളിലേക്ക് വരുമെന്ന് ഇറാൻ പലതവണ പറഞ്ഞതാണ്. പക്ഷെ അന്നൊന്നും ഇത് കേൾക്കാതെ വലിയ കോൺഫിഡൻസിൽ ഇപ്പൊ ശരിയാക്കി തരാം, ഇറാൻ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അമേരിക്ക ഇറങ്ങി തിരിച്ചു. ഇവിടെയുള്ള പല യൂട്യൂബർമാരും ഇവിടെയുള്ള പല വർഗീയമായിട്ട് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നവരും അന്ന് പറഞ്ഞത്, ട്രംപ് അച്ചായന് ഇറങ്ങി മക്കളെ, ഇറാന്റെ തീവ്രവാദികളുടെ കഥ കഴിഞ്ഞു, ഇറാന്റെ കഥ കഴിഞ്ഞു എന്നൊക്കെ ഇവിടെ കുറെ നെറേറ്റീവുകൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളന്നും പറഞ്ഞു ഇത് അങ്ങനെ എളുപ്പത്തിൽ ഇറാനെ തീർക്കാൻ കഴിയില്ല. പലസ്തീനിലെ പാവപ്പെട്ട ഒരുപാട് ആളുകളെ, നിരാലംബരായ, നിരായുധരായ, പട്ടിണി പാവങ്ങളായ, ഷെൽട്ടർ ഹോമുകളിൽ കഴിയുന്ന സാധാരണക്കാരെ ബോംബിട്ട് കൊല്ലുന്ന പോലെ എളുപ്പമല്ല ഇറാനോട് കളിക്കാൻ തന്നാൽ. പണ്ടേ നമ്മൾ ഈ യുദ്ധം തുടങ്ങുന്ന സമയം മുതലേ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്, വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത്, പോയി കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടും എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് അന്നേ ഇറാന്റെ ഒരു നിലപാട് ഇങ്ങനെയായിരിക്കും എന്ന തരത്തിൽ പറഞ്ഞതാണ്. അതായത് ഇപ്പൊ ഇറാനെ ട്രംപ് അച്ചായൻ തീർക്കും, ഇതൊരു മതപരമായ വിഷയമാണ്, അല്ലെങ്കിൽ ഇറാനിലെ ഇസ്ലാമിക ഭരണത്തെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ കണ്ട ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നത്, ഇറാന്റെ ഇസ്ലാമിക ഭരണം എന്ന് പറയുന്നത് ലോകത്തിന് ഭീഷണിയാണ് എന്ന് പറയുന്ന ഒരുപാട് നെറേറ്റീവുകൾ ഇവിടെ വന്നിരുന്നു. പക്ഷെ അതൊന്നുമല്ല ഇതിന്റെ യാഥാർത്ഥ്യം. ട്രംപിനെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അവിടെ ഗൾഫ് മേഖലയ്ക്ക് ഒരു ഗുണം അത് ട്രംപ് ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ പശ്ചിമേഷ്യയുടെ നേട്ടമോ ലോകത്തിന്റെ നേട്ടമോ ഒന്നുമല്ല ട്രംപിന്റെ ലക്ഷ്യം. ഒന്ന്, ഇസ്രായേലിന് വേണ്ടിയിട്ട് ഈ പണിയെടുക്കുക. രണ്ട്, ഇറാന്റെ എണ്ണ, അവരുടെ എണ്ണ ശേഖരം സമ്പുഷ്ടീകരിച്ച് യുറേനിയം ഇതൊക്കെ അടിച്ചുകൊണ്ട് പോവുക, വെനസ്വലയിൽ ചെയ്തതുപോലുള്ള പരിപാടി. ഇതായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം. പക്ഷേ പണി വാളിയത് എവിടെയാണെന്ന് വെച്ചാൽ ഇറാനെ എളുപ്പത്തിൽ തകർക്കാൻ കഴിയില്ല എന്നുള്ളത് ട്രംപിന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ 24 മണിക്കൂറായി അമേരിക്കയും ഇറാനും നേർക്കുനേർ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു പുതിയ വിവരം പുറത്തു വന്നിട്ടുണ്ട്, പുതിയൊരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇറാന്റെ പ്രധാനപ്പെട്ട ഒരു ദ്വീപിലേക്ക്, സിരിക് ദ്വീപ് എന്ന് മറ്റു പറയുന്ന ഒരു ദ്വീപിലേക്ക് അമേരിക്ക ആക്രമണം നടത്തി. അത് അമേരിക്കയുടെ ഡ്രോണുകൾ ഇറാൻ വെടിവെച്ചിട്ടതിന് പ്രതികാരമായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇറാൻ കുവൈറ്റിലേക്ക് ആക്രമണം നടത്തി. അപ്പൊ ഇപ്പോ അമേരിക്ക ഇറാന്റെ തന്ത്രപ്രധാനമായ ചില കേന്ദ്രങ്ങളിലേക്ക് വീണ്ടും ആക്രമണം നടത്തിയതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. ഹോർമുസ് കടലിനോട് ചേർന്നുള്ള ഇറാന്റെ ചില ഇറാൻ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങൾ തകർത്തു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. അതായത് അമേരിക്കയും ഇറാനും കഴിഞ്ഞ 24 മണിക്കൂറായി നേർക്കുനേർ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം വീണ്ടും ശക്തമാകാൻ പോവുകയാണ്. സമാധാന കരാറൊക്കെ പോയി. സമാധാന കരാർ എന്ന് പറയുന്നൊന്നും ഇനി നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമാധാന കരാർ ഉണ്ടാകുമെന്നോ, സമാധാന കരാർ നിലവിൽ വരുമെന്നോ, സമാധാന കരാർ ഉടമ്പടിയിൽ അമേരിക്ക ഒപ്പുവെക്കുമെന്നോ ഒന്നും ഞാൻ കരുതുന്നില്ല. നമ്മൾ കഴിഞ്ഞ 3 ദിവസം മുമ്പ് തന്നെ ഞാൻ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, യുദ്ധം രൂക്ഷമാകാൻ പോവുകയാണ്. കാരണം ഈ ട്രംപ് മുന്നോട്ട് വെക്കുന്ന കരാർ എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ 2 രാജ്യങ്ങൾ ചർച്ച നടത്തി ഒരു കാര്യം തീരുമാനിക്കുന്നതല്ല. നേരെ മറിച്ച് അമേരിക്ക പറയുന്നത് ഇറാൻ അനുസരിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ കരാർ. ട്രംപ് പറയുന്ന കരാർ, അല്ലെങ്കിൽ ട്രംപ് പറയുന്ന ഉഭയകക്ഷി ചർച്ച എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അമേരിക്ക മറ്റൊരു രാജ്യവുമായി ചർച്ച നടത്തിയ ഒരു കാര്യം തീരുമാനിക്കാനല്ല, മറിച്ച് ഇറാൻ ഞങ്ങൾ പറയുന്നത് അനുസരിച്ചുകൂടുക. ഇപ്പൊ ട്രംപ് പറഞ്ഞത് എന്താണ്? കഴിഞ്ഞ 3 ദിവസം മുമ്പ്, അതായത് 27-ാം തീയതി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഇട്ടൊരു പോസ്റ്റിൽ പറഞ്ഞത്, ഇറാൻ ഞങ്ങൾ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ ഏകദേശം അംഗീകരിച്ചു, ഹോർമുസ് കടലിടുക്ക് വഴി കപ്പലുകൾക്ക് ഇനി സ്വതന്ത്രമായി പോകാം, ഞങ്ങൾ വെടിനിർത്തൽ കരാറിലേക്ക് ഒപ്പുവെക്കാൻ പോവുകയാണ്, അല്പസമയത്തിനകം ഞാൻ ഒപ്പുവെക്കുകയാണ് എന്ന് ട്രംപ് പറഞ്ഞു. അപ്പൊ ട്രംപ് അവിടെ ഉദ്ദേശിച്ചത് ഒരു വിജയപ്രഖ്യാപനമൊക്കെ നടത്തിയിട്ട് ഞങ്ങൾ ജയിച്ചു, ഇറാൻ ഞങ്ങൾക്ക് കീഴ്പ്പെട്ടു, ഇറാൻ തോറ്റു, ഞങ്ങളിത് യുദ്ധം അവസാനിപ്പിക്കുകയാണെന്ന് പറയാനാണ് ശ്രമിച്ചത്. പക്ഷേ ഇറാൻ എന്ത് ചെയ്തു? ട്രംപ് ഇങ്ങനെ ഒരു വ്യാജ അവകാശവാദം ഉന്നയിച്ചപ്പോൾ, അല്ലെങ്കിൽ ഒരു വിജയപ്രഖ്യാപനം നടത്താൻ വേണ്ടി തുനിയുന്ന ഘട്ടത്തിൽ ഇറാൻ
ശക്തമായിട്ട് അതിന് മറുപടി കൊടുത്തു. ഞങ്ങൾ ഒരു കരാറും അംഗീകരിച്ചിട്ടില്ല. ഇറാൻ കഴിഞ്ഞ മണിക്കൂറിലും പറഞ്ഞതാണ്, അതെ. ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാതെ, ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഗണന നൽകാതെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ, ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ ഇവിടെ ഒരു കരാറും നടക്കാൻ പോകുന്നില്ല. ഇവിടെ ഒന്നും നടക്കില്ല. അത് പറഞ്ഞ് അധികം വൈകുന്നതിന് മുമ്പ് തന്നെ കുവൈറ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലേക്ക് ഇറാൻ വ്യോമാക്രമണം നടത്തി. ഇവിടെയാണ് ഒരു കാര്യം വരുന്നത്. അതായത് കുവൈറ്റും സൗദിയൊക്കെ നേരത്തെ അമേരിക്കയായിട്ടൊക്കെ പറഞ്ഞതായിരുന്നു, അവരുടെ ഒരു സമ്മർദ്ദം അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് യുദ്ധം നടത്തരുത് എന്നുള്ളത്. അപ്പം വീണ്ടും ഈ ഒരു യുദ്ധം നടത്തിയതിന് ശേഷം ഈ ഒരു രാജ്യങ്ങൾക്ക് വലിയ ഭീഷണി ഉണ്ടായിരിക്കുകയാണ്. ഇപ്പൊ കുവൈറ്റിലേക്ക് ഇറാന്റെ മിസൈലുകൾ വന്ന് പതിക്കുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ നമുക്കിവിടെ ഒരാളെയും കൂടി കൂട്ടേണ്ടതുണ്ട്, ഇസ്രയേലിനെ. കാരണം ആദ്യം തൊട്ടേ കുവൈറ്റിനെയും ഖത്തറിനെയും ഒക്കെ ചേർത്ത് പിടിച്ച് അമേരിക്ക ഇസ്രയേലുമായിട്ടൊരു തെറ്റിപ്പിരിഞ്ഞ ഒരു അവസ്ഥയാണെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ ഇസ്രായേൽ എന്താണ് ഇതിനെ ഇങ്ങനെ നോക്കിക്കാണുന്നത്? അല്ല, ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതിലൊന്നും പറയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ഉദ്ധരിച്ചുകൊണ്ട് ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് കൊടുത്തത് എന്താണ്? ഇസ്രായേൽ പ്രധാനമന്ത്രി അടുപ്പക്കാരോട് പറഞ്ഞത്, ഈ യുദ്ധത്തിൽ എനിക്കൊരു റോളുമില്ല, എന്നെ ട്രംപ് കേൾക്കുന്നില്ല, ഞാൻ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല. അതായത് പണ്ട് ഇസ്രായേലിന്റെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ച ട്രംപിന് ഇപ്പൊ അവിടെ അമേരിക്കയിൽ ഹിതപരിശോധന നടക്കുന്ന സമയമായതുകൊണ്ട് ട്രംപിന് മനസ്സിലായി ഇനി ഇസ്രായേൽ പറയുന്നത് കേട്ടാൽ അപകടമാണ്. അതുകൊണ്ട് ട്രംപിന്റെ വഴിക്ക് ഈ യുദ്ധത്തിൽ ഞാൻ ജയിച്ചേ എന്നൊരു ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കണം. പക്ഷെ എന്താ സംഭവിക്കുന്നത്? അക്ഷരാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പൊ ലെബനനിലേക്ക് ആക്രമണം നടത്തുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച്, നെതന്യാഹുവിനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും യുദ്ധം നടത്തിയാൽ മതി. യുദ്ധം ഉണ്ടെങ്കിലേ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും. അതായത് പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് ഒഴിവാകാൻ പറ്റും. അപ്പൊ ട്രംപ് ഈ ഇറാന് നേരെ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുമ്പോൾ നെതന്യാഹു വെറുതെ കയറി ലെബനനിലേക്ക് യുദ്ധം ചെയ്യണം. ഇപ്പൊ ലെബനനാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ടാർഗറ്റ്. ഇറാനെ തീർക്കും, ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാക്കും, ഇറാനെ അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പോ നേരെ ലെബനനെ ആക്രമിക്കേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയി. അമേരിക്കയെ സംബന്ധിച്ച് നോക്കുക, അമേരിക്കയാണെങ്കിൽ ഇറാന്റെ ഭരണമാറ്റമാണ് പോംവഴി, അല്ലെങ്കിൽ ഇറാന്റെ ഭരണമാറ്റത്തിന് വേണ്ടി ആണവ വിഷയത്തിലാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ ഇപ്പം എന്താ ചെയ്യുന്നത്? ഹോർമുസ് എങ്ങനെയെങ്കിലും തുറക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലേക്ക് എത്തി. അപ്പൊ ആ ഘട്ടത്തിൽ ഇപ്പോഴും നമ്മൾ പറയുന്നത് ഇറാന്റെ ശക്തി അവസാനിച്ചിട്ടില്ല. വലിയൊരു തിരിച്ചുവരവാണ് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത്. രേഷ്മ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 60 കേന്ദ്രങ്ങൾ, 60 മിസൈൽ നഗരങ്ങൾ, ആയിരക്കണക്കിന് മിസൈലുകൾ, ഇതൊക്കെ പുറത്തെത്തിക്കാനുള്ള വഴികൾ മുഴുവൻ ഇറാൻ തുറന്നിരിക്കുന്നു. റോക്കറ്റ് ലോഞ്ചറുകൾ, മൊബൈൽ ലോഞ്ചറുകൾ ഇറാൻ ഈ വെടിനിർത്തൽ കാലയളവിൽ കൂടുതലായി ഉണ്ടാക്കിയിരിക്കുന്നു. അമേരിക്ക ശരിക്കും പറഞ്ഞാൽ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അമേരിക്കയുടെ ആയുധശേഖരം കുറയുകയാണ്, അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളുടെ വ്യോമ പ്രതിരോധ ശേഷി കുറയുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടങ്ങളിലൊക്കെ ഇന്ധനം റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക ഒരു ബ്രീത്തിങ് ടൈം എടുത്തതാണ് ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത്. പക്ഷേ അത് ഗുണമായത് ഇറാനാണ്. ഇറാൻ അതിന്റെ 10 മടങ്ങ് ശക്തിയിൽ ചെറിയ കാലയളവ് കൊണ്ട് ആ ഒരു അത്രയധികം മുഴുവൻ അവരുടെ സന്നാഹങ്ങളും ഈ CNN പറയുന്നുണ്ട്. അതായത് ഈ തകർത്തതിനകത്ത് വൻ ആയുധശേഖരം ഉണ്ട്. അത് ദീർഘദൂര മിസൈലുകൾ ഇപ്പോഴും സജ്ജമാണ്. അത് മാത്രമല്ല, ഞെട്ടിക്കുന്ന രീതിയിലുള്ള അതായത് 1000-ഓളം ഈ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ അവിടെ സുരക്ഷിതമാണ് എന്നുള്ള ഒരു റിപ്പോർട്ടും കൂടി വരുന്നുണ്ട്. അവിടുത്തെ കവാടങ്ങൾ തകർത്തിട്ടും അതിനൊന്നും യാതൊരു കുഴപ്പവും ഇല്ല. അത് ഏത് നിമിഷം അവരെടുത്ത് ഉപയോഗിക്കും എന്നൊരു ഉപയോഗിക്കാൻ തുടങ്ങിയല്ലോ. അതെ, ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് ഇപ്പോൾ കുവൈറ്റിലേക്ക് കണ്ടത്. പറയുന്നത് ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോവുക തന്നെയല്ലേ? ഇറാന്റെ ലക്ഷ്യം യുദ്ധം നീട്ടിക്കൊണ്ടു പോവുക എന്നതിനപ്പുറം ഇതുവരെ തങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം, മോഷ്ടിച്ചുകൊണ്ടുപോയ പണം, മോഷ്ടിച്ചുകൊണ്ടുപോയ സാധനങ്ങൾ തിരിച്ചു കിട്ടുക, അല്ലെങ്കിൽ നഷ്ടപരിഹാരം തരിക, ഇത്ര വലിയ നാശനഷ്ടങ്ങൾ ഇറാനിൽ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ നഷ്ടപരിഹാരം തരിക, ഹോർമുസ് കടലെടുക്കൽ ഞങ്ങൾ ടോൾ ഏർപ്പെടുത്തും. ഇതൊക്കെ അമേരിക്ക ചോദിച്ച് വാങ്ങിച്ചതാണ്. ഒരു കുഴപ്പവുമില്ലാണ്ടിരുന്ന സ്ഥലമാണ് ഹോർമുസ്. ഇറാനും ആരുടെയും കാര്യത്തിൽ ഇടപെടാതെ അവനവന്റെ കാര്യം നോക്കി പോയതാണ്. അവരെ പോയി ചൊറിഞ്ഞ് ഇങ്ങോട്ട് അടി മേടിച്ച് കൂട്ടിയത് അമേരിക്കയാണ്. ഇനി ഇറാൻ പറയുന്നത് അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയൊന്നും അമേരിക്കയ്ക്കില്ല. ഇപ്പൊ ട്രംപിനെ സംബന്ധിച്ച് നോക്കുക, ട്രംപ് ഇങ്ങനെ വെല്ലുവിളിക്കുകയാണ് ഇറാനെ, അത് ചെയ്യുന്നു. ഇറാൻ ആ സമയത്ത് നേരെ അമേരിക്കയുടെ സൈനിക കേന്ദ്രം അടിച്ചു കളയുകയാണ്, അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ്, ഡ്രോണുകൾ തകർക്കുകയാണ്. അപ്പൊ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ആക്റ്റീവ് ഫോഴ്സ് ആയിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. ഇറാൻ റിട്ടേൺസ് എന്നൊക്കെ പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് വീണ്ടും സജീവമായി യുദ്ധരംഗത്തേക്ക് വരികയാണ്. ഇത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ അപകടം ചെയ്യും. ഇസ്രായേലിന്റെ സ്വപ്നങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും. ഗൾഫ് മേഖലയ്ക്ക് വലിയ നാശനഷ്ടം. ട്രംപ് ഈ ഒരു യുദ്ധം നടത്തുന്നത് ഈ ഗൾഫ് മേഖലയെ വകവെക്കുന്നില്ല. അതുപോലെ തന്നെ ഇസ്രായേൽ നെതന്യാഹുവിനെ കേൾക്കുന്നില്ല. സ്വന്തമായിട്ടൊരു തീരുമാനമെടുത്ത് ഈ ഒരു യുദ്ധത്തിൽ തിരിച്ചടിക്കുന്നതിന്റെ പിന്നില് ഈ വരുന്ന നവംബറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പദവി പോകുമോ എന്ന് പേടിച്ചിട്ടാണ് വീണ്ടും ഈ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നത്. അല്ല, യുദ്ധത്തിൽ വിജയിക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ ആവശ്യം. പക്ഷെ വിജയിക്കാനായിട്ട് ട്രംപ് പറഞ്ഞിരുന്ന
ട്രംപിന്റെ സ്വപ്നം, അതായത് ഇറാനിലെ ഭരണമാറ്റം, അതായിരുന്നു വിജയമാകേണ്ടിയിരുന്നത്. അത് നടക്കില്ല. ഇനി ഹോർമുസ് തുറക്കുക എന്നുള്ളതായി പിന്നെയുള്ള ലക്ഷ്യം, അതും നടക്കില്ല. അപ്പൊ അവസാനം ഇറാനെ കൊണ്ട് കരാറിൽ ഒപ്പുവെക്കുക. ഇറാൻ കരാറിൽ ഒപ്പുവെച്ചാൽ യുദ്ധം ഞങ്ങൾ ജയിച്ചു, അല്ലെങ്കിൽ ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ നേടി എന്ന് പറഞ്ഞ് തിരിച്ചു പോവുക. ഇതാണ് ട്രംപിന്റെ ലക്ഷ്യം. ഇത് കൃത്യമായി അറിയാവുന്ന ഇറാൻ ഒരു കാരണവശാലും കരാറിൽ ഒപ്പുവെക്കില്ല. ഇനി കണ്ടോളൂ, ഇനി വരും ദിവസങ്ങളിൽ ട്രംപ് വീണ്ടും ഇറാനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ചില ബോംബും പടക്കങ്ങളും അങ്ങോട്ട് എറിയും. ഇറാൻ അതിശക്തമായി ഗൾഫ് മേഖലയിൽ തിരിച്ചടിക്കും. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകും. കാരണം ഇറാൻ ഇതിൽ കൂടുതൽ ഒന്നും സംഭവിക്കാനില്ലെന്നേ. അമേരിക്ക ചെയ്യാൻ പറ്റുന്നതിന് പരമാവധി B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ വരെ കൊണ്ടിട്ട് ഇറാന്റെ 90% ആയുധ ശേഖരവും തകർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞു അമേരിക്ക. അവിടെയാണ് അപ്പോഴാണ് ഇറാന്റെ മുഴുവൻ ശക്തിയും തിരിച്ചു കിട്ടി, അവർക്ക് നഷ്ടപ്പെട്ടു പോയ ശക്തി മുഴുവൻ അവർ റിട്ടൈൻ ചെയ്തെടുത്തു എന്ന് പറയുന്നത്. ഇതിലും വലിയ തിരിച്ചടി ഇനി അമേരിക്കയ്ക്ക് എന്താ ഉള്ളത്? ഇത്രയും നാൾ 2 മാസക്കാലത്തോളം അത്രയധികം കോടാനുകോടി ഡോളർ ചെലവഴിച്ച് വലിയൊരു യുദ്ധം നടത്തിയിട്ട് ഇറാന്റെ മുഴുവൻ ശേഖരവും തകർത്തു എന്ന് പറഞ്ഞിട്ട് അത് മുഴുവൻ വീണ്ടെടുക്കാൻ ഇറാന് വേണ്ടി വളരെ ചുരുങ്ങിയ ആഴ്ചകളാണ്. ഇതിനപ്പുറം ഇനി ട്രംപിന് എന്ത് തിരിച്ചടി കൊടുക്കാനാണ്? ഇത് വലിയ തിരിച്ചടിയാണ് ട്രംപിന് കിട്ടിയിരിക്കുന്നത്. ഇനി ഇറാനെ തകർക്കുക എന്ന ലക്ഷ്യം എന്തായാലും ട്രംപ് എടുക്കില്ല. ഇറാനിലേക്ക് ഇനി ശക്തമായ ആക്രമണങ്ങളും നടത്തില്ല. അതിന്റെ അടയാളമാണ് ലെബനനിലേക്ക് ഇസ്രായേൽ അവരുടെ ലക്ഷ്യം തിരിച്ചത്. ഇപ്പൊ യുദ്ധം ചെയ്തേ പറ്റൂ ഇസ്രായേലിന്, പക്ഷെ ഇറാനിലേക്ക് ചെയ്യാമായിരുന്നു, ചെയ്തില്ല. അതിന് കാരണം ഇനി ഇറാനിലേക്ക് യുദ്ധം ചെയ്താൽ കിട്ടാൻ പോകുന്നത് ഇതുവരെ കിട്ടിയതിനേക്കാൾ ഭയാനകമായിരിക്കും എന്ന ബോധ്യം കൃത്യമായി അമേരിക്കയും ഇസ്രായേലും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇറാനെ ചിത്രത്തിൽ നിന്ന് മാറ്റി ഇസ്രായേൽ ആ വഴിക്ക് പോയത്. അമേരിക്കയാകട്ടെ ഇറാനുമായി യുദ്ധം ചെയ്യുന്നില്ല, ചെറിയ തോതിലുള്ള ചില ഏറുപടക്കങ്ങൾ എറിയുന്നു, ചില ഭീഷണികൾ മുഴക്കുന്നു എന്നതിനപ്പുറം യഥാർത്ഥത്തിൽ അമേരിക്ക പറഞ്ഞതൊന്നും ചെയ്യാൻ അവർക്ക് ധൈര്യമില്ല. അമേരിക്ക എന്താ പറഞ്ഞ ഹോർമുസ് പിടിച്ചെടുക്കും, ട്രംപിന്റെ പേര് ഹോർമുസ്, ട്രംപ് ഒന്നുമില്ല. ഇനി എങ്ങനെയെങ്കിലും ആ പേപ്പറിൽ ഒരു ഒപ്പിന് വേണ്ടിയിട്ടാണെന്ന്, ഒപ്പിടാൻ ഇറാനെ കൊണ്ട് ഒരു ഒപ്പ്, ഇറാന്റെ ഒരു ഭരണാധികാരിയെ കൊണ്ട് അല്ലെങ്കിൽ IRGCയുടെ ഒരു സ്പോക്ക് പേഴ്സണെ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രതിനിധിയെ കൊണ്ട് ഒരു ഒപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഈ കടന്ന് തലകുത്തി മറിയുന്നത്. 2-2.5 മാസക്കാലം ഇറാനിലേക്ക് യുദ്ധം ചെയ്ത് ആക്രമണം നടത്തി ഇറാനെ പൂർണ്ണമായി തകർത്തു. ഇറാൻ തീർന്നു, ഇറാന്റെ സൈനിക ശേഖരം എല്ലാം ഇല്ലാതായി എന്നൊക്കെ അവകാശവാദം മുഴക്കിയ ടീമാണ് ഇപ്പോ അടിമേടിച്ചു കൂട്ടുന്നത്. ഇറാൻ അതിശക്തമായി തിരിച്ചു വരികയാണ്. ട്രംപച്ചായൻ സ്വപ്നത്തിൽ പ്രതീക്ഷ ഉണ്ടാവില്ല ഈ തിരിച്ചടി. ഇനി എന്തായാലും അമേരിക്ക ശക്തമായ പ്രഹരം ഏറ്റുവാങ്ങും യുദ്ധവുമായി മുന്നോട്ട് പോയാൽ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സെനാറിയോ സൂചിപ്പിക്കുന്നത്.